യേശുരൻ സാർ നമസ്കാരം. നമസ്കാരം. സംസ്ഥാനത്ത് ആശാ വർക്കർമാരുടെ സമരം ഇപ്പോ 60 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. അപ്പോഴും നിരന്തരമായിട്ട് സംസ്ഥാന സർക്കാരും അവരുടെ ഭാരവാഹികളും നേതാക്കളൊക്കെ ഡൽഹിയിലാണ് സമരം ചെയ്യേണ്ടത് എന്നത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പൊ ദാ PV-യിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ബിജു കൃഷ്ണനെ പോലുള്ള സഖാക്കന്മാർ നേതാക്കളൊക്കെ ആവർത്തിക്കുന്നു. എന്താണോ സൈബർ ഇടങ്ങളിൽ അടിമ സഖാക്കൾ ആവർത്തിക്കുന്നത്, ഡൽഹിയിലാണ് സമരം ചെയ്യേണ്ടതെന്നാണ് അദ്ദേഹവും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തില് നമുക്കറിയാം, പോണ്ടിച്ചേരി പോലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഓണറേറിയം വർദ്ധിപ്പിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ചെയ്തിരിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. ഇത് കേന്ദ്രത്തിന്റെ സ്കീം അല്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ നിരന്തരമായിട്ട് ഈ വാദങ്ങളും എതിർവാദങ്ങളും മുമ്പോട്ട് വയ്ക്കുന്നത്. ഈ ഒരു അവസരത്തില് സാർ എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? എന്തെങ്കിലും സാങ്കത്യമുണ്ടെങ്കിൽ ഈ പറയുന്നത് പച്ചക്കള്ളമല്ലേ കേരളത്തിലെ പൊതുസമൂഹത്തിന് മുമ്പിൽ വിളിച്ചു പറയുന്നത്? ഞാൻ ഈ CPM-നോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്. കേന്ദ്രത്തിനെതിരെയാണ് സമരം ചെയ്യേണ്ടതെന്ന് CPM-ന് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ CPM-ന്റെ നേതൃത്വത്തിൽ ആശാവർക്കർമാരെയും കൊണ്ട് ഡൽഹിക്ക് പോകൂ. എന്നിട്ട് ഡൽഹിയിൽ പോയി സമരം ചെയ്യാനുള്ള ധൈര്യം കാണിക്കൂ, സത്യസന്ധത കാണിക്കൂ. ആശാവർക്കർമാരുടെ 7% മാത്രമാണ് സമരത്തിലുള്ളത്. 93% പേരും CITU യൂണിയനിൽ അടിയുറച്ചു നിൽക്കുന്നു എന്നാണല്ലോ അവകാശവാദം. അങ്ങനെയാണെങ്കിൽ CITU യൂണിയനിൽ അടിയുറച്ചു നിൽക്കുന്ന 93% ആശാവർക്കർമാരെയും കൊണ്ട് ഡൽഹിക്ക് പോയി ഡൽഹി കേന്ദ്ര ഭരണകൂടത്തിനെതിരായി സമരം നടത്താൻ ഞാൻ CPM-നെ വെല്ലുവിളിക്കുകയാണ്. കാരണം CPM-ന് ഈ പറയുന്ന ആശയങ്ങളോട് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യം അതാണ്. എന്തുകൊണ്ടാണ് കേന്ദ്രവിരുദ്ധ സമരം നടത്താത്തത്? കേന്ദ്രവിരുദ്ധ സമരം നടത്തിയിട്ടുണ്ടെങ്കിൽ ഉള്ള കഞ്ഞിയും കൂടെ ഇല്ലാതാവും. അതവർക്ക് കൃത്യമായിട്ട് അറിയാം. ഇപ്പോൾ ആരോഗ്യരംഗത്ത് കേന്ദ്രവിരുദ്ധ സമരം നടത്തി 2.5 കൊല്ലക്കാലം 650 കോടി രൂപ നഷ്ടപ്പെടുത്തി. അവസാനം ഡോക്ടർമാർ മുതൽ സ്വീപ്പർമാർ വരെ ശമ്പളം കൊടുക്കാൻ കാശില്ലാതെ വന്നപ്പോൾ കേന്ദ്രവുമായിട്ട് യോജിച്ചു. ഇതാണ് ആരോഗ്യരംഗത്ത് നടന്നത്. എന്താ കാരണം പറഞ്ഞെന്നറിയാമോ? ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്ന് പേരിടുമ്പോൾ മന്ദിർ എന്നുള്ളത് ഹിന്ദു വർഗീയ വാക്കാണ്, ഞങ്ങളത് ചെയ്യില്ല. അങ്ങനെ 2.5 കൊല്ലം കേന്ദ്രത്തോട് യുദ്ധം ചെയ്ത് സമരം ചെയ്ത് 650 കോടി നഷ്ടപ്പെടുത്തി. ഇതുപോലെ തന്നെയാണ് ഇപ്പോൾ സർവശിക്ഷ അഭിയാൻ. വിദ്യാഭ്യാസ രംഗത്ത് കേന്ദ്രത്തിന്റെ യാതൊരു നിയമവും ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം എന്താ പറഞ്ഞത്? UGC-യിൽ ഞങ്ങൾ ഇത് നടപ്പാക്കില്ല. കേന്ദ്രം എന്ത് പറഞ്ഞു? UGC-യിൽ നിങ്ങൾ നടപ്പാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ UGC-യുടെ ഗ്രാന്റ് ഞങ്ങൾ തടയും. അതായത് കേന്ദ്രം തരുന്ന സിലബസ് നിങ്ങൾക്ക് പഠിപ്പിക്കാൻ വയ്യെങ്കിൽ പൈസ തരുന്നത് അങ്ങ് നിർത്തും എന്ന് പറഞ്ഞാൽ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളും കേരളത്തിലെ കോളേജുകളും സ്തംഭിക്കും. ഒരു നേരത്തെ ശമ്പളം കൊടുക്കാനുള്ള പാങ്ങ് പോലും സംസ്ഥാന ഗവൺമെന്റിനില്ല. അപ്പോൾ എന്ത് ചെയ്യും? സംസ്ഥാന ഗവൺമെന്റ് അവസാനം ഇതിനെല്ലാം അംഗീകാരം മൂളേണ്ടി വരും. ആദ്യം കേന്ദ്രത്തെ എതിർക്കുകയും ഇത് കേരളമാണ്, ഇവിടെ BJP-യുടെ അജണ്ട നടപ്പാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് കേന്ദ്രത്തെ വെല്ലുവിളിക്കുകയും 6 മാസം കഴിയുമ്പോൾ കേന്ദ്രം പറഞ്ഞിടത്തെല്ലാം മൂക്കുകൊണ്ട് ഇക്ഷ വരയ്ക്കുകയും ചെയ്യുന്ന ഈ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മന്ത്രിസഭയും ഈ പറഞ്ഞ വാചകങ്ങളൊക്കെ ആത്മാർത്ഥമായിട്ടാണ് പറയുന്നതെങ്കിൽ ഞാൻ വീണ്ടും വെല്ലുവിളിക്കുന്നു. 93% CITU ആശാ വർക്കറെയും കൊണ്ട് ഡൽഹിക്ക് പോകൂ. എന്നിട്ട് ഡൽഹി കേന്ദ്ര ഭരണത്തിനെതിരായിട്ട് സമരം നടത്തൂ. വേണ്ട, ഇവിടെ പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ സമരം നടത്തൂ. ഇതൊന്നും നടത്താനുള്ള ഗട്സ്, ഇതൊന്നും നടത്താനുള്ള തന്റെ ഇടം പിണറായി വിജയന് ഇല്ലാത്തത് കൊണ്ടാണ് ഇതുപോലെയുള്ള പ്രസ്താവനകൾ ഇറക്കി കണ്ണിൽ പൊടിയിടുന്ന പരിപാടിയുമായി പോകുന്നത്. ഏതായാലും CPM-ന്റെ പാപ്പരത്വമാണ്, പരാജയമാണ് ഈ പറയുന്ന പ്രസ്താവനയിൽ നിന്ന് വെളിവാകുന്നത്. സുരേഷ് ഗോപി സമരവേദി സന്ദർശിച്ച് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചതിനൊക്കെ വളരെ മോശമായ രീതിയിൽ അധിക്ഷേപിക്കുന്ന സാഹചര്യങ്ങളും രൂപപ്പെട്ടിട്ടുണ്ട്. BMS പോലുള്ള ട്രേഡ് യൂണിയനുകൾ ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സമരത്തെ ഇതൊരു BJP-യുടെ ഒരു ബി ടീമാണ് ഇപ്പൊ ഈ സമരം നയിക്കുന്ന SUCI എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇതിനെ എതിർക്കാൻ വേണ്ടിയിട്ട് CPM ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതാണ് CPM-ന്റെ ഏറ്റവും വലിയ മണ്ടത്തരം. SUCI തുടങ്ങി വെച്ച സമരം, പിന്നീട് BJP പിന്തുണച്ച സമരം, മറ്റു പലരും ഇതിനെ പിന്തുണയ്ക്കുന്നു. വെറുതെ വാക്കുകൊണ്ടല്ല. കേരളത്തിൽ BJP ഭരിക്കുന്ന മുഴുവൻ പഞ്ചായത്തുകളിലും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റികളിലും ആശാവർക്കർമാർക്ക് വേണ്ടിയിട്ടുള്ള ഇൻസെന്റീവ്, അലവൻസ് ഇതെല്ലാം വർദ്ധിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. 7000 രൂപ എന്ന രീതിയിൽ വർദ്ധിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ ഇത് ചെയ്യാൻ പറ്റും. അതായത് ഒരു പഞ്ചായത്തിന് ലഭിക്കുന്ന ഫണ്ടിന്റെ 2% മാത്രം മതി, മാക്സിമം പോയാൽ 2% മാത്രം മതി ആശാവർക്കർമാർക്ക് 7000 രൂപ ശമ്പളം വെച്ച് കൊടുക്കാൻ. BJP സമരം ചെയ്യുക മാത്രമല്ല, BJP ഭരിക്കുന്ന പഞ്ചായത്തുകളിലൊക്കെ ഈ കാര്യങ്ങൾ നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് CPM-ന് വയ്യ? എന്തുകൊണ്ട് കോൺഗ്രസിന് വയ്യ? ഇതാണ് ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം. അപ്പോൾ ആശാവർക്കർമാരെ ആശ കൊടുത്ത് അവരെ പറ്റിക്കുന്ന ആ നടപടി ഇപ്പോഴും തുടരുകയാണ്. അതുപോലെ കേസ് കൊടുക്കുക, കോടതി പോകുക, കമ്മീഷനെ വെക്കുക,
എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വഴിതിരിച്ചു വിട്ട ഒരു ആ, കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും ആശാ വർക്കർമാരുടെ സമരത്തിന് മുമ്പിൽ സർക്കാർ മുട്ടുമടക്കുക തന്നെ ചെയ്യും. സർ, ഇതിലെ ഒരു കാര്യം കൂടി ചോദിക്കുകയാണെങ്കിൽ ചുരുങ്ങിയ വാക്കുകളിൽ ഒന്ന് പറയണമെന്ന്. ഇതില് വോളണ്ടറി ആയിട്ടാണ് ഈ ആശാ വർക്കർമാരെ ഈ കേന്ദ്രത്തിന്റെ സ്കീമിൽ അംഗീകരിച്ചിരിക്കുന്നത്. ആ വോളണ്ടറി എന്ന് പറയുന്ന ആ പരിഗണന മാറ്റി ഇവരെ ഒരു സ്ഥിരം തൊഴിലാളികൾ എന്ന നിലയിൽ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടില്ലേ എന്നും ചോദിക്കുന്നുണ്ട്. കേന്ദ്രത്തിന് അത് ചെയ്യുന്നതിൽ എന്താണ് തടസ്സം? അത് ചെയ്യുന്നതിന് കേന്ദ്രത്തിൽ ഒരേ ഒരു തടസ്സം മാത്രമേ ഉള്ളൂ. ഏത് സംസ്ഥാനത്തുള്ള തൊഴിലാളികളെയാണോ വേണ്ടത്, തൊഴിലാളികളായിട്ട് അംഗീകരിക്കേണ്ടത്, ആ സംസ്ഥാന ഗവൺമെന്റ് അവരെ തൊഴിലാളികളായിട്ട് അംഗീകരിച്ചുകൊണ്ട് അവരുടെ ലിസ്റ്റ് കേന്ദ്രത്തിലേക്ക് അയച്ചാൽ മാത്രം മതി. ബാക്കി കേന്ദ്രം നോക്കും. എന്തുകൊണ്ടാണ് സംസ്ഥാന ഗവൺമെന്റ് ഇവരെ തൊഴിലാളികളായി ലിസ്റ്റ് കൊടുക്കാത്തത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. തീർച്ചയായിട്ടും. അപ്പം അത്തരത്തില് നമുക്കറിയാം, ഈ സമരം തുടങ്ങി 2-ാം ദിവസമാണ് PSC ചെയർമാൻമാരുടെ ശമ്പളമൊക്കെ വലിയ രീതിയിൽ വർദ്ധിപ്പിച്ചത് കണ്ടത്. പിന്നീട് നമ്മൾ PSC അംഗങ്ങളുടെയും തുടർന്ന് മറ്റു പല ആളുകളുടെയും ശമ്പളം വർദ്ധിപ്പിക്കുന്നതും കണ്ടു. സർക്കാർ അപ്പോഴും ആവർത്തിക്കുന്നത് ഈ ഖജനാവിൽ പൈസ ഇല്ല എന്നാണ്. അതായത് സാധാരണപ്പെട്ട തൊഴിലാളികള് PSC അംഗങ്ങളൊക്കെ അവരുടെ ശമ്പളത്തിന് വേണ്ടിയിട്ടും മറ്റു വർധനങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ചോദിക്കുമ്പോൾ ഖജനാവിൽ പൈസ ഇല്ല എന്നുള്ള ഒരു പഴമൊഴി ആവർത്തിക്കുകയും, എന്നാൽ സ്വജനപക്ഷപാതം നടത്താനും അഴിമതി നടത്താനും ഒക്കെ ഒരുപാട് പൈസയും ഉള്ള ഒരു വളരെ ഗതികെട്ടൊരു ന്യായീകരണമാണ് യഥാർത്ഥത്തിൽ സർക്കാർ ചെയ്യുന്നത്. അതെ, തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു ന്യായീകരണമാണ് സർക്കാർ ചെയ്തുകൊണ്ടിരുന്നത്. ഇത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയണം. അതിനുള്ള ഒരു വേദിയായിട്ട് സമരവേദി തുടരും. അതുകൊണ്ട് തന്നെ സമരം വിജയം വരിക്കും എന്ന് നമുക്ക് നിസ്സംശയം കരുതാം. എന്തായാലും ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെയധികം നന്ദി.